ഇംഗ്ലീഷ് സാഹിത്യകാരനായ ഒ ഹെൻറിയുടെ വളരെ മനോഹരമായ ഒരു ചെറുകഥയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെറുകഥയുടെ പേര് അകലെ കിടക്കുന്നവരുടെ പോരാട്ടം. പതിവ് പോലെ നഗരത്തിന്റെ ജീർണിച്ച അതിർത്തികളിൽ ഒരിടത്ത് അയാൾ ബസ്സിറങ്ങി. പേര് ലോറൻസ് ഹോൾകോംബി. 40-കാരനായ ഇദ്ദേഹം സുമുഖനും പ്രസിദ്ധനുമായ ബിസിനസ്സുകാരനാണ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളും ബന്ധങ്ങളുമുള്ള മനുഷ്യൻ. തെരുവിൽ നിന്ന് ഇനി 5 നാഴിക കൂടി സഞ്ചരിക്കണം അയാൾക്ക് തന്റെ വലിയ വീട്ടിലെത്താൻ. ഈയിടെയായി ഈ ഭാഗത്ത് പലപ്പോഴും ബസ്സിറങ്ങുക അയാളുടെ പതിവാണ്. ബസ്സിലെ കണ്ടക്ടർ ഒരു പതിവ് യാത്രക്കാരനോട് കണ്ണുറുക്കി. എന്നിട്ട് തിരക്കിട്ട് പോകുന്ന ഹോൾകോംബിയെ നോക്കി അയാൾ വട്ടത്തിൽ തലയാട്ടി. ഇതൊരു പതിവ് പരിപാടിയാണ്, കണ്ടക്ടർ അഭിപ്രായം പാസാക്കി. തകർന്ന് തരിപ്പണമായ തെരുവോരത്തുകൂടി ഹോൾകോംബി വളരെ ശ്രദ്ധയോടെ നടന്നു. വഴിമുടക്കാനെന്ന വണ്ണം വഴി നിറയെ ഉപേക്ഷിക്കപ്പെട്ട തകര സാധനങ്ങളാണ്. തെണ്ടിപ്പിള്ളാരുടെ ശല്യം വേറെയും. കൽപ്രദേശത്ത് വേലികെട്ടി തിരിച്ച് ചെറിയൊരു വീടിനടുത്തെത്തിയപ്പോൾ അയാൾ നിന്നു. വീടിന് ചുറ്റും ഏതാനും മുരടിച്ച തണൽമരങ്ങൾ നിൽപ്പുണ്ട്. തടിച്ച മധ്യവയസ്കയായ ഒരു സ്ത്രീ വാതിലിന്റെ ഒരു വശത്ത് വലിയൊരു പാത്രത്തിൽ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നു. അയാളെ കണ്ടപ്പോൾ സ്ഥിരപരിചിതനെ പോലെ അവൾ പുഞ്ചിരിച്ചു. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ഹോൾകോംബി, നിങ്ങൾ വീണ്ടും വന്നോ? കേറ്റി അകത്തുണ്ട് സാർ. എനിക്ക് വേണ്ടി നിങ്ങൾ അവളോട് സംസാരിച്ചുവോ? ഹോൾകോംബി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. വാക്ക് തന്നതനുസരിച്ച് അവളുടെ സമ്മതം വാങ്ങിത്തന്ന് എന്നെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? തീർച്ചയായും ഞാൻ ശ്രമിച്ചു. പക്ഷേ സാർ, പെൺകുട്ടികൾ എപ്പോഴും പെൺകുട്ടികൾ തന്നെ. നമ്മൾ അവരെ കൂടുതൽ നിർബന്ധിക്കും തോറും അവർ കൂടുതൽ തന്നിഷ്ടക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അഭ്യർത്ഥിച്ചാൽ അവൾ വഴങ്ങിയേക്കാം. നിങ്ങൾക്കതിന് കഴിഞ്ഞേക്കും. നിങ്ങളെക്കാൾ നല്ലൊരു ഓഫർ കിട്ടാനില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് സാർ. അവളൊരു നല്ല പെൺകുട്ടിയാണ്. അടുക്കളയിലായാലും സ്വീകരണ മുറിയിലായാലും അവൾ എല്ലാം വൃത്തിയോടെയും വെടിപ്പോടെയും ചെയ്യും. നൃത്തത്തിലും ചമയസാധനങ്ങളിലും അല്പം ഭ്രമമുണ്ടെന്നതൊഴിച്ചാൽ അവളിൽ ഒരു കുറ്റവും കാണാൻ കഴിയില്ല. പക്ഷെ അതവളുടെ പ്രായത്തിൽ സ്വാഭാവികമാണല്ലോ. പിന്നെ അവളെ കാണാനും കൊള്ളാം. അവളുടെ അമ്മ ഞാനാണെന്ന് പറയാതെ വയ്യല്ലോ മിസ്റ്റർ ഹോൾകോംബി. നിങ്ങൾ വീണ്ടും കേറ്റിയോടൊന്ന് സംസാരിച്ചു നോക്കൂ സാർ. ഇത്തവണ നിങ്ങൾ വിജയിച്ചേക്കും. ആ മുരടൻ ചെക്കൻ ഡാനി കോൻലാൽ നിങ്ങൾക്കെതിരെ വീണ്ടും പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ. ഹോൾകോംബി അല്പമൊന്ന് വിളറി. ഒരു നിമിഷത്തേക്ക് ചുണ്ടുകൾ മുറുകി അടഞ്ഞു. കോൻലാൽ എന്ന ഈ ചങ്ങാതിയെക്കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്തിനാണ് അയാൾ ഇതിൽ ഇടപെടുന്നത്? എന്തുകൊണ്ടാണ് ഇതിൽ തടസ്സം നിൽക്കുന്നത്? അയാൾക്കും കേറ്റിക്കുമിടയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കേറ്റിക്ക് അയാളിൽ താല്പര്യമുണ്ടോ? കേറ്റിയുടെ അമ്മ മിസ്സിസ് ഫ്ലിൻ ഒരു നെടുവീർപ്പിട്ടു. തീവണ്ടി എഞ്ചിന്റെ നിശ്വാസം പോലെയായിരുന്നു അത്. അവൾ നനഞ്ഞുകുതിർന്ന വസ്ത്രം അലക്കുകല്ലിൽ അടിച്ചപ്പോൾ അവിടെയാകെ വെള്ളം തെറിച്ചു. ഹോൾകോംബിക്ക് 6 അടിയെങ്കിലും മാറി നിൽക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. ഞാൻ നിങ്ങളോട് ഒരു നുണയും പറയില്ല. നിങ്ങളെക്കാൾ കൂടുതലായി എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല മിസ്റ്റർ ഹോൾകോംബി. ഹോൾകോംബി വീടിനകത്തേക്ക് കയറി ചെന്നു. കേറ്റി ഫ്ലിൻ കുപ്പായക്കൈ ചുരുട്ടിക്കയറ്റി തൊങ്ങൽ പിടിപ്പിച്ച ഒരു മസ്ലിൻ തുണി ഇസ്തിരിയിടുകയായിരുന്നു. തന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് താഴ്ന്ന ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിലേക്കുള്ള വ്യതിചലനത്തെ സംബന്ധിച്ച ഹോൾകോംബിയുടെ വിമർശനം പെൺകുട്ടിയെ കണ്ട മാത്രയിൽ മങ്ങിയിട്ടുണ്ടാവണം. അവളുടെ സൗന്ദര്യം ഏറ്റവും ഭ്രമിപ്പിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അയർലൻഡുകാരിയുടെ കറുത്ത കണ്ണുകൾ, മെടഞ്ഞിട്ട നീണ്ട മുടിക്കെട്ട്, തിളങ്ങുന്ന തലമുടി, ശോണിമയാർന്ന ചുണ്ടുകൾ, ഭാവങ്ങൾക്കനുസരിച്ച് മാറിവരുന്ന നുണക്കുഴികൾ, കരുത്തും അഴകുമുള്ള ആകാര സൗഷ്ഠവം, ജീവന്റെ സജീവമായ തുടുപ്പുകൾ. കേറ്റി ഫ്ലിന്നിനെ ആരും കൊതിച്ചു പോകും. അവൾ ഇസ്തിരിയിട്ടുകൊണ്ടിരിക്കെ ഹോൾകോംബി അവളുടെ അരികിൽ ചെന്നു നിന്നു. അവളുടെ ഉരുണ്ട മുൻകൈകളിലെ പട്ടുചർമ്മത്തിനിടയിലെ അയഞ്ഞ പേശികൾ തുള്ളിക്കളിക്കുന്നത് അയാൾ നിരീക്ഷിച്ചു. കേറ്റി, അയാൾ വിളിച്ചു. ഒരു വിവാഹാഭ്യർത്ഥനയുടേതെന്ന പോലെ ഒരുതരം ആകാംക്ഷ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അയാളുടെ ശബ്ദം. എനിക്കൊരു മറുപടി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴുമായി സംസാരിച്ച കാര്യങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് എത്രയേറെ ആകാംക്ഷയുണ്ടെന്നോ. എന്റെ ചുറ്റുപാടും സ്ഥാനവും നിനക്കറിയാം. നീ ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഞാൻ നിനക്ക് തരും. അതേന്ന് പറയൂ കേറ്റി. എങ്കിൽ ഈ പട്ടണത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. കേറ്റി ഇസ്തിരിപ്പെട്ടി ഒരു ഇരുമ്പ് വളയത്തിൽ വെച്ചു. എന്നിട്ട് ഇസ്തിരിയിടുന്ന പലകമേൽ കൈമുട്ടുകൾ ഊന്നി. അയർലൻഡുകാരിക്ക് യോജിച്ച വിധത്തിൽ അവളുടെ വലിയ തിളങ്ങുന്ന നീല കറുപ്പ് കണ്ണുകൾ ഉയർത്തി ഹോൾകോംബിയെ നോക്കി. ഓ മിസ്റ്റർ ഹോൾകോംബി,
പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നോട് ദയുള്ളവനായിരിക്കുമെന്നും എനിക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല വീട് തരുമെന്നും എനിക്കറിയാം. അതെ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. തീർച്ചയായും ഞാനത് പറയുകയും ചെയ്യും. നിങ്ങളോട് ഞാനങ്ങനെ പറയാൻ തീരുമാനിച്ചതുമാണ്. പക്ഷെ ഡാനി, അയാൾ എതിർക്കുന്നു. വീണ്ടും ഡാനി. ഹോൾകോമ്പി മുറിയിൽ അക്ഷമയോടെ അങ്ങുമിങ്ങും നടന്നു. ആരാണ് ഈ മനുഷ്യൻ ഡാനി കോൻലാൽ കേറ്റി? അയാൾ ചോദിച്ചു. എല്ലാ തവണയും നിന്റെ സമ്മതം കിട്ടുമ്പോഴേക്കും അയാൾ നമുക്കിടയിൽ കടന്നു വരുന്നു. അയാളുടെ കരുത്ത് പ്രകടിപ്പിക്കാൻ നീ ഈ വീട്ടിൽ തന്നെ എപ്പോഴും താമസിക്കണമെന്നാണോ അയാൾ ആവശ്യപ്പെടുന്നത്? എന്തിനാണ് നീ അയാൾക്ക് ചെവി കൊടുക്കുന്നത്? അയാൾക്ക് എന്നെ ആവശ്യമുണ്ട്, കേറ്റി പറഞ്ഞു. ലാളിച്ച് വഷളാക്കപ്പെട്ട ഒരു കൊച്ചുകുട്ടിയുടെ സ്വരമായിരുന്നു അപ്പോൾ അവൾക്ക്. എനിക്കും നിന്നെ ആവശ്യമുണ്ട്, ആധിപത്യ സ്വരത്തിൽ ഹോൾകോമ്പി പറഞ്ഞു. മയക്കുന്ന നാവുള്ള അത്ഭുത മനുഷ്യനായ ഈ കോൻലാലെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ അയാളുമായി വാദിക്കുമായിരുന്നു. അയാൾ ഈ പട്ടണത്തിലെ മിഡിൽ വെയ്റ്റ് മല്ലയോദ്ധാക്കളിൽ ചാമ്പ്യനാണ്, അല്പ കുസൃതിയോടെ കേറ്റി പറഞ്ഞു. ഓ അങ്ങനെയോ? പക്ഷെ അതെന്നെ ഭയപ്പെടുത്തുകയില്ല കേറ്റി. വാസ്തവത്തിൽ എനിക്കത്ര ഉറപ്പൊന്നുമില്ലെങ്കിലും നിന്നെ സമ്മാനമായി ലഭിക്കാൻ ഞാൻ അയാളെ ഏതാനും റൗണ്ടുകൾ കൈകാര്യം ചെയ്യും. പക്ഷെ ഞാൻ കയ്യുറയണിഞ്ഞിട്ട് കാലം കുറയായി. നോക്കൂ, അതയാൾ വരുന്നു. കേറ്റി ആശ്ചര്യം കൂറി. അവളുടെ കണ്ണുകൾ പരിഭ്രമത്താൽ അല്പം വികസിച്ചു. ഹോൾകോമ്പി വാതിലിന് പുറത്തേക്ക് നോക്കി. ആ ചെറുപ്പക്കാരൻ പടിവാതിക്കൽ നിന്ന് നടന്നു വരുന്നത് അയാൾ കണ്ടു. അനായാസമായി പൊങ്ങച്ചം ഭാവിച്ചുകൊണ്ടാണ് അയാളുടെ നടത്തം. മുഖം ശാന്തവും നിർഭയവുമായിരുന്നെങ്കിലും അത്ര നീചമായിരുന്നില്ല. ഒരു കണ്ണിലേക്ക് വലിച്ചു താഴ്ത്തിയ തൊപ്പിയാണ് അയാൾ അണിഞ്ഞിരുന്നത്. അയാൾ മുറിക്കകത്തേക്ക് കടന്നു. തന്റെ പ്രതിയോഗിയും കലഹകാരനുമായ ആൾ നിന്നിരുന്ന മുറിയുടെ വാതിൽക്കൽ നിന്നു. താൻ പിന്നെയും എന്റെ പെണ്ണിന്റെ പിന്നാലെയാണ് അല്ലേ? പരുഷമായ ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ ചോദിച്ചു. എനിക്കിത് ഇഷ്ടമല്ലെന്ന് തനിക്കറിയാമല്ലോ. ഇക്കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴിതാ തന്നോടും പറയുന്നു. അവൾ ഇവിടെയാണ് താമസിക്കുക. 10 സെക്കൻഡിന് ഞാൻ തന്നെ തട്ടി താഴെയിടും, കാണണോ? നോക്കൂ മിസ്റ്റർ കോൻലാൽ, അനാവശ്യ തർക്കം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹോൾകോമ്പി തുടങ്ങി. യുക്തിക്കനുസരിച്ച് പെരുമാറൂ. കേറ്റിയെ സ്വയം തിരഞ്ഞെടുക്കാൻ അനുവദിക്കുകയാണ് നല്ലത്. ഇഷ്ടമുള്ളത് ചെയ്യുന്നതിൽ നിന്ന് അവളെ തടയുന്നത് മര്യാദയാണോ? താൻ തടസ്സപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ വളരെ മുമ്പ് തന്നെ അവളെ എനിക്ക് ലഭിക്കുമായിരുന്നു. 5 സെക്കൻഡിന് തന്റെ വ്യവസ്ഥയിൽ നിന്ന് താഴെ വന്നുകൊണ്ട് ഇളക്കമില്ലാതെ കോൻലാൽ പറഞ്ഞു. ഞാൻ തന്നെ തട്ടി താഴെയിടും. ഹോൾകോമ്പിയുടെ കണ്ണുകളിൽ നൈരാശ്യത്തിൽ നിന്ന് ഉദിച്ച ദൃഢനിശ്ചയം സ്ഫുരിച്ചു. തന്റെ വഴിയിൽ നിന്നും തടസ്സം നീക്കാൻ മറ്റു വഴിയൊന്നും കണ്ടില്ല. നിങ്ങളൊരു മല്ലയോദ്ധാവാണെന്ന് ആരോ എന്നോട് പറഞ്ഞു. അയാൾ ശാന്തമായ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ശാരീരിക മല്ലയുദ്ധത്തെ ആശ്രയിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സ് എന്ന് തോന്നുന്നു. നോക്കൂ കോൻലാൽ, ഞാനൊരു മല്ലയുദ്ധക്കാരനല്ല. പക്ഷേ പെൺകുട്ടിയെ ആർക്കാണ് കിട്ടുക എന്ന് നോക്കാൻ വേണ്ടി അടുത്ത 3 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോട് മല്ലയുദ്ധം നടത്തും. ഞാൻ വിജയിക്കുകയാണെങ്കിൽ അവൾ എന്റെ കൂടെ വരും. വിജയിക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. ഞാൻ പിന്നെ അവളെ ശല്യം ചെയ്യുകയില്ല. പോരാടാൻ തയ്യാറാണോ? ഡാനി കോൻലാലിന്റെ നിർഭയമായ നീലക്കണ്ണുകളിൽ പെട്ടെന്നൊരു ആരാധനാഭാവം വിരിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, തികഞ്ഞ ആത്മാർത്ഥതയോടെ അയാൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ ആള് കൊള്ളാം. ഇതൊരു കാലഹരണപ്പെട്ട കായിക വിനോദമാണ്. എങ്കിലും ഞാൻ പങ്കെടുക്കാം. വ്യവസ്ഥകൾക്കനുസൃതമായി അതിന്റെ ഫലം ഞാൻ പാലിക്കുന്നതാണ്. നിങ്ങൾ കൊള്ളാം. കേറ്റി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഡാനി അവളെ നിശബ്ദയാക്കി. അയാൾ ഹോൾകോമ്പിയെ കുന്നിൻ ചെരുവിലെ ആഴമേറിയ ഒരു ഗല്ലിയിലേക്ക് നയിച്ചു. അതവരെ കാഴ്ചയിൽ നിന്നും മറച്ചു. ത്രിസന്ധ്യ പിന്നിട്ട് രാത്രിയാവാൻ തുടങ്ങിയിരുന്നു. അവർ കോട്ടും തൊപ്പിയും ഒരു ഭാഗത്ത് മാറ്റിവെച്ചു. റിയൽ എസ്റ്റേറ്റിന്റെയും ഓഹരി ബോണ്ടുകളുടെയും ദല്ലാളും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശീലങ്ങളുടെയും സാമൂഹിക പദവികളുടെയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ബിസിനസ്സുകാരനുമായ ലോറൻസ് ഹോൾകോമ്പിയുടെ വിധിപ്രകാരമുള്ള അസ്തിത്വത്തിന്റെ നിർണായക ഘട്ടമാണിത്. ഒരു ഐറിഷ് അലക്കുകാരിയുടെ മകൾക്ക് വേണ്ടി ഒരു ഗല്ലിയിൽ വെച്ച് മല്ലയുദ്ധം തൊഴിലാക്കിയ ഒരുവനോട് പൊരുതുക. മല്ലയുദ്ധം വളരെ ഹ്രസ്വമായിരുന്നു. അത് ഏറെ നേരം നീണ്ടുനിന്നിരുന്നുവെങ്കിൽ ഹോൾകോമ്പി പരാജയപ്പെടുമായിരുന്നു. കാരണം പരിശീലനത്തിന്റെ അഭാവം മൂലം അയാളുടെ ശ്വാസകോശവും ശരീരവ്യവസ്ഥയും ക്ഷയിച്ചിരുന്നു. അതിനാൽ തുടക്കത്തിൽ തന്നെ സർവ്വശക്തിയും ഉപയോഗിച്ച് അയാൾ പൊരുതി. ഒരിക്കൽ മിഡിൽ വെയ്റ്റ് ചാമ്പ്യനായിരുന്ന ഒരു വ്യക്തിയുടെ മേൽ അയാൾ വിജയം വരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുക വിഷമമാണ്. കോൻലാൽ ഈയിടെയായി ഒരു ലഹരിക്ക് അടിമപ്പെട്ട് അയാളുടെ ചങ്കൂറ്റവും ഇച്ഛാശക്തിയും ക്ഷയിച്ചിരുന്നു എന്നതാണ് ഹോൾകോമ്പിക്ക് അനുകൂലമായ ഒരു ഘടകം.
എങ്ങനെയും ജയിക്കണമെന്ന അത്യുൽക്കടമായ ഒരു ഉത്തേജനം ഹോൾക്കോമ്പിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നതായിരിക്കാം മറ്റൊരു കാരണം. പുരാതന റോമൻ യോദ്ധാവിന്റെ സഹജവാസനയേക്കാൾ ശക്തമായ ഒരു പ്രേരണ വീരപരാക്രമിയുടെ ലക്ഷ്യത്തെ കവച്ചുവെക്കുന്ന ആഴത്തിലുള്ള ഉത്തേജനം. സർവപ്രധാനമായി പ്രണയത്തിന്റെ തന്നെ നിർണായകമായ സ്വാധീനം. മിഡിൽ വെയ്റ്റ് ചാമ്പ്യന്റെ ഉന്തി നിൽക്കുന്ന താടിയലിൽ അവിചാരിതമായ ഒരു ഇടി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ യാദൃച്ഛികമായ അനുബന്ധം. ഇടിയുടെ ആഘാതത്തിൽ കോലാൽ ഗല്ലിയിലെ മലീമസമായ നിലത്ത് വീഴുകയും ശേഷിയറ്റവനായി തീരുകയും ചെയ്തു. ഈ സമയത്ത് ഹോൾക്കോമ്പി കോലാലിന്റെ മുകളിൽ കയറി നിന്ന് സൗകര്യപൂർവ്വം അയാളെ നിലം പരിശാക്കി. ഡാനി വിറച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്നു. താനൊരു യഥാർത്ഥ കായികപ്രേമിയാണെന്ന് അയാൾ തെളിയിക്കുകയും ചെയ്തു. നിങ്ങൾ കൊള്ളാം, ഡാനി പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് റൗണ്ട് കണക്കിനാണ് പൊരുതേണ്ടിയിരുന്നെങ്കിൽ ഫലം വ്യത്യസ്തമായി അവസാനിക്കുമായിരുന്നു. പെൺകുട്ടി നിങ്ങളോടൊപ്പം വരും. ഞാൻ ന്യായത്തിന്റെ ഭാഗത്താണ്. അവർ വീട്ടിലേക്ക് തിരിച്ചു കയറി. പ്രശ്നം ഒത്തുതീർപ്പായി. ഹോൾക്കോമ്പി വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ കോലാൽ തന്റെ എതിർപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രശ്നം ഒത്തുതീർപ്പായി. ഹോൾക്കോമ്പി വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ കോലാൽ തന്റെ എതിർപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു. അത് നേരാണ്, ഡാനി പറഞ്ഞു. അദ്ദേഹം കൊള്ളാം. ഡാനിയുടെ ഇടതുകൈ കൊണ്ടേറ്റ നിർദ്ദയമായ മിന്നൽ പ്രഹരം മൂലം ഹോൾക്കോമ്പിയുടെ താടിയലിൽ ചെറുതായി പോറലേൽക്കുകയും നേരിയ തോതിൽ ചുവക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത്. ഡാനിക്കും കിട്ടി ശിക്ഷ. അയാളുടെ ഒരു കണ്ണ് ഏതാണ്ട് അടഞ്ഞിരുന്നു. ചുണ്ടിൽ നിന്ന് ചോരയൊഴുകി. കെയ്റ്റ് സത്യസന്ധയായിരുന്നു. മത്സരത്തിൽ ജേതാക്കളെ തൃപ്തിപ്പെടുത്താൻ ഇത്തരക്കാർ ഉടനെ തന്നെ അവരെ വിജയകിരീടം അണിയിക്കാറില്ല. ആദ്യം വരുന്നത് ദയയാണ്. ജേതാവ് സ്വന്തം നിലയ്ക്ക് കാത്തു നിൽക്കണം. അതയാളിൽ വന്നു ചേരും. അവൾ തോറ്റ ചാമ്പ്യൻ അരികിലേക്ക് ഓടിച്ചെന്ന് അയാളെ സാന്ത്വനിപ്പിക്കുകയും ചതവുകളിൽ തൊട്ടു തലോടുകയും ചെയ്തു. ശാന്തനായി പുഞ്ചിരി തൂക്കി. അസൂയ തൊട്ടു തീണ്ടാതെ ഹോൾക്കോമ്പി അവിടെ നിന്നു. നാളെ, അയാൾ കേറ്റിയോട് പറഞ്ഞു. അപ്പോൾ അയാളുടെ തല നിവർന്നു നിൽക്കുകയും കണ്ണുകളിൽ നിന്ന് പ്രകാശം സ്ഫുരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ നാളെ തന്നെ ആവട്ടെ, കേറ്റി പറഞ്ഞു. പഴകി ദ്രവിച്ച തകരസാധനങ്ങൾക്കിടയിലൂടെ അപകടകാരിയായ കുന്നിൻ മുകളിലേക്ക് ഹോൾക്കോമ്പി നടന്നു. യാത്രക്കാരെ കുത്തിനിറച്ചതും വൈദ്യുത വിളക്കുകൾ തിളങ്ങുന്നതുമായ ട്രോളി ബസ് വന്നു. അയാൾ പിൻഭാഗത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടിക്കേറി അവിടെ നിന്നു. സുഹൃത്തും അയൽക്കാരനുമായ ബേദർലി സമീപം നിൽക്കുന്നത് ഹോൾക്കോമ്പി കണ്ടു. തന്റെ വീട്ടിൽ നിന്ന് ഏതാനും വാരി അകലെ പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്താണ് അയാൾ വീടുണ്ടാക്കിയിരിക്കുന്നത്. ഹലോ ഹോൾക്കോമ്പി, കാറിന്റെ പരുക്കൻ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ അയാൾ വിളിച്ചു പറഞ്ഞു. ഇവിടെയും റിയൽ എസ്റ്റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖം തന്നെയാണല്ലോ? സുഖമായിരിക്കുന്നു, ഹോൾക്കോമ്പി ഉച്ചത്തിൽ പറഞ്ഞു. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടുകാരിക്കും കുട്ടികൾക്ക് സുഖമാണോ? ആ, അങ്ങനെയങ്ങ് പോകുന്നു. പ്രാന്തപ്രദേശത്തെ പതിവ് പ്രശ്നങ്ങൾ തന്നെ. വേലക്കാർ അധികകാലം നിൽക്കുന്നില്ല. കച്ചവടക്കാർ നാട്ടിൻപുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ബസ്സുകൾ ഇടയ്ക്ക് വെച്ച് കേടാകുന്നു. അങ്ങനെ പലതും. എന്താ, ഇന്ന് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. വല്ല കോളും അടിച്ചോ? ഹോൾക്കോമ്പിയുടെ മുഖത്ത് സന്തോഷഭാവം വിരിഞ്ഞു. തന്റെ മുഖത്തെ ചെറിയ മുറിവ് ഒരു കൈകൊണ്ട് തൊട്ടു നോക്കുകയായിരുന്നു അയാൾ. ഹോൾക്കോമ്പി തല ബെദർലിയുടെ ചെവിയിലേക്ക് തിരിച്ചു. താൻ ആ ഐറിഷ് പെൺകുട്ടി കേറ്റ് ഫ്ലിന്നിനെ ഓർക്കുന്നുണ്ടോ? കുറെ കാലം സ്പഫോർഡിന്റെ കൂടെ നിന്ന പെൺകുട്ടിയെ. ഞാൻ അവളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബെദർലി പറഞ്ഞു. ഒരു ദിവസം പോലും അവധിയെടുക്കാതെ അവൾ അവരുടെ കൂടെ ഒരു കൊല്ലം നിന്നുവത്രേ. പക്ഷെ ഇതുപോലൊരു അമ്മുമ്മക്കഥ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതൊരു വസ്തുതയായിരുന്നു. ഞാനിന്ന് അവളെ ഒരു കുക്കായി നിയമിച്ചു. അവൾ നാളെ വീട്ടിലേക്ക് വരുന്നു. താനൊരു ഭാഗ്യമുള്ള നായ തന്നെ, ബെദർലി ഉച്ചത്തിൽ പറഞ്ഞു. അയാളുടെ സ്വരത്തിലും ഹൃദയത്തിലും അസൂയ കലർന്നിരുന്നു. ഞങ്ങളുടേതിനേക്കാളും 4 വീട് അപ്പുറമാണ് താൻ താമസിക്കുന്നത് എന്ന കാര്യം മറക്കേണ്ട.